എക്സ്പ്ലോർ ആലപ്പി എന്ന് പറയുന്ന എൻ്റെ പുതിയ പ്ലേലിസ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാതെ അങ്ങ് ഇറങ്ങുകയാണ്. എങ്ങോട്ടാന്ന് വലിയ പ്ലാനൊന്നുമില്ല, ഒരു ചെറിയൊരു മോർണിംഗ് റൈഡാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ചങ്ക് മച്ചാന്മാർ ചേരുന്നുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനാണ് കേട്ടോ പോസ്റ്റാക്കിയിരിക്കുന്നത്. അവന്മാർ ജംഗ്ഷന് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ചെന്ന് നോക്കാം തെരുവ് കേൾക്കാതിരുന്നാൽ കൊള്ളാം. ചെന്നിട്ട് അവന്മാർ ലൊക്കേഷൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ലൊക്കേഷൻ അങ്ങ് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജംഗ്ഷൻ എത്താറായി, അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ടീം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പിയും ബാബു ബാക്കി വരുന്നുണ്ട്. എടാ ഒരു ഹായ് പറഞ്ഞേ. ഫ്രണ്ടിൽ നമ്മുടെ അമ്പാടിയും പിന്നെ പുതിയൊരു അതിഥിയും പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മിഥുൻ ആസ് യൂഷ്വൽ നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ ഈ അന്തവും കുന്തവും ഇല്ലാത്ത ഈ റൈഡിനെ പറ്റി എന്താ പറയാനുള്ള? പറയണ പിന്നെ അല്ല, ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള ഉദയ സ്റ്റുഡിയോയുടെ അടുത്താണ് നിൽക്കുന്നത്. ഉദയ സ്റ്റുഡിയോ ഇപ്പോൾ ഇല്ല, നാമവിശേഷമായി പോയി. ഇതാണ് നമ്മളുടെ കൂടെ ചേരുന്ന പുതിയ ആള്. അനന്താ ഒരു ഹായ് പറഞ്ഞേ. യെസ് ഗൈസ്, മറ്റന്മാര് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വേറെ വൈബാണല്ലോ. അതെ, എല്ലാവരും ഒന്ന് രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ബസ് വഴി ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ ജോഗിങ് ചെയ്യുന്ന ആൾക്കാർ, നടക്കാൻ പോകുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടു പോകാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് ബൈപ്പാസിൻ്റെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തെയാണ് നമ്മളിപ്പോൾ ബൈപ്പാസിൻ്റെ ആ വഴിയിലൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, സബ്വേ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഗായ്സ്. ബൈപ്പാസിൻ്റെ താഴെയുള്ള റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മളുടെ ആലപ്പുഴ ബൈപ്പാസ് നിങ്ങൾക്ക് മുമ്പ്. That you're wrong in this. I don't fall in love 'cause I'm here tonight. I don't wanna say it but it just feels right. I think the arrows just pass the time. I wanna stay at the back of your mind. We're saying it over and don't get me wrong, but I'm done with these games. But I'll hold on to faith. You and I are stuck on this. I can't seem to let us go. ഫൈനലി നമ്മൾ ആലപ്പി ബീച്ചിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ആലപ്പി ബീച്ചിലേക്കൊന്ന് ജസ്റ്റ് കയറിയിട്ട് വരാം. ഓക്കെ, എത്ര കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ബീച്ചിലേക്ക് വരുന്നത്? എത്ര മാസം ഏകദേശം? എന്ത് തോന്നുന്നു ഇപ്പോൾ?
അതിനിടക്കൊരുത്തൻ ചളി അടിക്കുന്നത്. പിന്നെ ചളിയാണല്ലോ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. ശരിയല്ലേ? രാവിലെ നടക്കാൻ വന്നവരെ കൊണ്ടും അതുപോലെ തന്നെ വെറുതെ ബീച്ച് കാണാൻ വന്നവരെ കൊണ്ടും ഒക്കെ ബീച്ച് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ആലപ്പി ബീച്ചിൽ നിന്നും തൽക്കാലം നമ്മൾ ഇറങ്ങുകയാണ്. എങ്ങോട്ടെന്നില്ലാത്ത ഈ എപ്പിസോഡ് ഇങ്ങനെ തുടരുകയാണ്. നമ്മളടുത്ത ലൊക്കേഷൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. അതുകൊണ്ട് സ്റ്റാമിനയുടെ ചെറിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് കീപ് സൈക്ലിംഗ്. ഓക്കെ, നമുക്ക് സൈക്ലിംഗ് അങ്ങ് തുടരാം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് വളരെ നന്നായിട്ട് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും കേസ് നമ്മൾ കളക്ട്രേറ്റിൻ്റെ ആ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് കളക്ട്രേറ്റ്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ST കോളേജിൻ്റെ ആ വഴിയിലൂടെ പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്തോ നോക്കാം. Tongue-tied midnight. You can say all that you want, but you and I were meant for this. You know sometimes we hide behind this illusion that we're done. Oh, please see that you're wrong in this. I don't fall in love 'cause I'm here tonight. I don't wanna say it but it just feels right. I think a pill just to pass the time. കൈനഗിരിയിലേക്കാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൈനഗിരിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളുടെ സൈക്ലിംഗ് പ്രയാണം. അപ്പോൾ എന്തായാലും കൈനഗിരി എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. തുരുത്തി ഏരിയയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം സീനിക്കായിട്ടുള്ള ഒരു ഡ്രൈവ് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഒരു റൈഡ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് പള്ളാത്തുരുത്തി എന്ന് പറയുന്നത്. ചുറ്റും എന്താ പറയുക, വയലുകളും പാടങ്ങളും അങ്ങനെ കുറച്ച് കായലോരങ്ങളുമൊക്കെ കണ്ടാസ്വദിച്ച് ഇങ്ങനെ എന്താ പറയുക മന്ദം പോകാൻ പറ്റിയൊരു ലൊക്കേഷനാണ് പള്ളാത്തുരുത്തി എന്ന് പറയുന്നത്. എന്താ പറയുക, വേറെ ലെവൽ ഫീലാണ് ഇതിലൂടെ റൈഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ വന്ന് ആസ്വദിച്ചാലേ ആ ഒരു എന്താ പറയുക ആ ഒരു എപ്പിക് ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ. I'll have to go and let it breathe, but I'll be waiting here, you see. I don't know if everything will be alright. Sometimes you gotta let go, 'cause I gotta let you go. പള്ളാത്തുരുത്തിയോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ കൈനഗിരി ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനൽ ലക്ഷ്യമാക്കി
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും അതിമനോഹരമായ പാടമാണ് ഇങ്ങനെയൊക്കെ നിരന്നു കിടക്കുന്നത്. രക്ഷയില്ലാത്ത സീനിക് റൈഡാണ് നമുക്ക് ഇവിടെ കൈനഗിരിയിലും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ചുറ്റും പാടങ്ങളും എന്താ പറയുക, വേറെ ലെവല് ഫീൽ. ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസുകളിൽ ഉൾപ്പെടുന്ന ഒരു കിടിലൻ ലൊക്കേഷനാണ് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനൽ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത, അതായത് കായലിൻ്റെ ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക വ്യൂ ആണ് നമുക്ക് ഈ ഒരു ടെർമിനലിലൂടെ നടക്കുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ നിങ്ങളിവിടെ വന്ന് ക്യാമറയിൽ എത്രത്തോളം അത് കവർ ചെയ്ത് അതേ ഇമ്പോർട്ടൻസോടുകൂടി എത്തിക്കാൻ സാധിക്കും എന്നെനിക്ക് കോൺഫിഡൻസ് ഇല്ല. നിങ്ങളിവിടെ വന്ന് തന്നെ ആസ്വദിക്കേണ്ടതാണ് ഗൈസ് ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത്. It's വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. Never let this go. No, we were the catch on the summer nights. Kids in the street that got it right. Every time I felt to let go. Every time I felt to let go. We've seen it all before. Don't get me wrong, but I'm done with these guys. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലേക്ക് നൈസായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ അമർത്തുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് അവസാനമായി ഒരേ ഒരു കാര്യമേ ആവർത്തിച്ച് പറയാനായിട്ടുള്ളൂ. Chase your dreams and be passionate forever, guys. See you guys in my next vlog.